നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ചായിരുന്നു എല്ലായിടത്തും സംസാരം. സ്വർണത്തിൻ്റെ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു. ഒടുവിൽ 1,30,000 എന്നൊക്കെ കേട്ടപ്പോൾ പലരും നെറ്റി ചുളിച്ചു. എന്നാൽ സ്വർണത്തിൻ്റെ വില പൊങ്ങിയ അതേ വട്ടിലാണ് ഇപ്പോൾ കൂപ്പുകുത്തുന്നത്. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ വില തകർച്ച. സ്വർണ്ണ വ്യാപാരികളടക്കം വലിയ പരിഭ്രാന്തിയിലാണ്. മറുവശത്ത് സ്വർണ്ണപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഇപ്പോൾ ആശങ്കയിൽ. സ്വർണ്ണവില എത്രത്തോളം താഴോട്ടു പോകുമെന്നാണ് പലരുടെയും ഭയം. രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ 2 ആഴ്ചത്തെ ഏറ്റവും താഴ്ചയിലേക്ക് സ്വർണ്ണവില ഇടിഞ്ഞു. ഇപ്പോഴിതാ $75 ഇടിവുമായി ഔൺസിന് $4,056 ഇപ്പോൾ വിലയുള്ളത്. ഈ ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ രാജ്യാന്തര സ്വർണ്ണവിലയിൽ 12% ഇടിവ്. 2016 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ വീഴ്ച. ഉയർന്ന സ്വർണ്ണവിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 20% വില തകർച്ച. കേരളത്തിൽ പവൻ വില 1 ലക്ഷത്തിലും താഴെയെത്തും എന്ന് വിദഗ്ധർ പറയുന്നു. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില 90,000 എന്ന പവൻ വിലയിലേക്ക് എത്തിയാലും അതിശയിക്കാനില്ല. ഇന്ന് രാവിലെ 200 രൂപ കുറഞ്ഞ് വില 1,05,840 രൂപ. ഗ്രാമിന് 25 രൂപ താഴ്ന്ന് 13,230. ഈ മാസം ഇതുവരെ 8,720 രൂപയാണ് ഒരു പവനിൽ കുറഞ്ഞത്. കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ 5,280 രൂപ, അതായത് 5,480 രൂപ കൂടി സ്വർണ്ണവില ഇടിഞ്ഞാൽ പവനുള്ള വില 1 ലക്ഷത്തിന് താഴെ വരും. രാജ്യാന്തര വില കീഴ്പോട്ട് തന്നെ. വരും ദിവസങ്ങളിൽ $4,025 ഔൺസ് വില എത്തും എന്നാണ് വിദഗ്ധർ പറയുന്നത്. 4,000-നും താഴേക്ക് വില പതിച്ചാൽ ആ വീഴ്ച $3,500 വരെ നീളാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പവൻ വില 1 ലക്ഷം രൂപയ്ക്ക് താഴെയെത്തും, അതായത് 90,000 രൂപ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു സ്വർണ്ണവില ഉയരാനുള്ള മുഖ്യ കാരണം. ഒരു നിക്ഷേപമെന്ന നിലയിൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞു. ഡോളർ ഇതിനിടയിൽ ആകെ തകർച്ചയിലും. ഒടുവിൽ ഡോളർ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് 2026 അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടിയേക്കും എന്ന വിലയിരുത്തൽ ഇപ്പോൾ ശക്തമാണ്. ഇതോടെ ഡോളർ കരുത്താർജിക്കുന്നു. രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഡോളറിൽ. അതുകൊണ്ട് ഡോളർ ശക്തമായാൽ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നത് വളരെ പ്രയാസകരമാകും. ഇത് ഡിമാൻഡിനെ ബാധിക്കും, വില താഴും. അമേരിക്ക പലിശ നിരക്ക് കൂട്ടിയാൽ ബാങ്ക് നിക്ഷേപം, കടപ്പത്ര നിക്ഷേപം എന്നിവയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. നിക്ഷേപകർ ഗോൾഡ് ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങൾ കൈവിടും. ഈ വർഷം ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപ, അതായിരുന്നു റെക്കോർഡ് സ്വർണ്ണവില. അന്ന് ഗ്രാമിൻ്റെ വില 16,395. തുടർന്ന് ഇതുവരെ ഇടിഞ്ഞത് 25,320 രൂപ. വലിയ വിലക്കുറവ് ഇനിയും സ്വർണത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുമെന്ന വിദഗ്ധരുടെ പ്രവചനം യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ ഉപഭോക്താക്കൾക്ക് അതൊരു മികച്ച അവസരമാകും. നേരത്തെ രാജ്യാന്തര പഠനങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത് 2030 സ്വർണ്ണവില 3 ലക്ഷത്തിനടുത്തൊക്കെ എത്തുമെന്നാണ്. രാജ്യാന്തര സ്വർണ്ണവില സർവകാല റെക്കോർഡായ $5,417 നിന്ന് ഇതിനകം 24% ഇടിഞ്ഞത്. സ്വർണ്ണവില ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തി നിന്നപ്പോൾ കേരളത്തിൽ നടന്ന വിവാഹങ്ങൾ, ആ മാതാപിതാക്കളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഉയർന്ന സ്വർണ്ണവിലയിൽ സ്വർണം വിറ്റഴിച്ച് പണം കൊയ്തവരുമുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ സ്വർണം വാങ്ങാൻ ഒട്ടും അനുയോജ്യ സമയമല്ല. ഇനിയും വില കീഴ്പോട്ട് പതിക്കുമെന്ന വിദഗ്ധരുടെ പ്രവചനം ശരിയാവാനുള്ള സാധ്യതയാണ് ഏറെ. സ്വർണ്ണക്കടയിൽ പോയി സ്വർണം വാങ്ങി അതൊരു നിക്ഷേപമെന്ന നിലയിൽ സൂക്ഷിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. ടാക്സും വലിയ പണിക്കൂലിയും ഒക്കെ വാങ്ങിയാണ് ഇവർ സ്വർണം വിറ്റഴിക്കുന്നത്. സ്വർണ്ണ ബോണ്ടുകളിൽ നിക്ഷേപിച്ചാൽ ഇത്തരം നഷ്ടങ്ങൾ ഒഴിവാക്കാം. മറുവശത്ത് ഈ സ്വർണം ഇനി തിരികെ വിറ്റഴിക്കാൻ നിങ്ങൾ കൊണ്ടുചെന്നാൽ അവർ പണിക്കുറവും പണിക്കിഴിയും എന്നൊക്കെ പറഞ്ഞ് ഉള്ള കുറവുകളൊക്കെ വരുത്തും. എന്തായാലും ഉപഭോക്താക്കളെ പിഴിഞ്ഞാണ് ഈ സ്വർണ്ണക്കടക്കാർ ഇങ്ങനെ കരുത്താർജിക്കുന്നത്. ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുന്ന നികുതിയൊന്നും അവർ കൃത്യതയോടെ അടയ്ക്കാറുമില്ല. ആഗോളതലത്തിൽ ഔൺസിന് $6,200 2030 സ്വർണ്ണവില എത്തുമെന്നൊക്കെയാണ് ചില കമ്പനികൾ നേരത്തെ പ്രവചിച്ചിരുന്നത്. അത്തരം പ്രവചനങ്ങൾ
അത്തരം പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയില്ല എന്ന് വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിൽ 24 ക്യാരറ്റ് സ്വർണത്തിൻ്റെ 10 ഗ്രാം വില 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഉയരുമെന്നൊക്കെയായിരുന്നു സ്വപ്നം. എന്നാൽ ഘടനാപരമായ ആവശ്യകതയും മാക്രോ ഇക്കണോമിക് മാറ്റങ്ങളും ഇപ്പോൾ സ്വർണ്ണവിലയുടെ തകർച്ചയ്ക്ക് കാരണമാണ്. മൾട്ടി സ്റ്റേജ് ബുൾ മാർക്കറ്റ് പാറ്റേണുകളും ദീർഘകാല ഗാർഹിക സ്വർണ്ണവിഹിതത്തിലെ വർധനവും അടിസ്ഥാനമാക്കി JP മോർഗനും ഇൻവെസ്റ്റിംഗ് ഹാവനും ഉയർന്ന ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അവർ പറഞ്ഞത് 2030 സ്വർണ്ണവില ഔൺസിന് 8,000 മുതൽ $8,500 വരെ എത്തുമെന്നാണ്. ഇന്ത്യയിലെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര സ്വർണ്ണവിലകൾ അന്താരാഷ്ട്ര സ്പോട്ട് വിലകളെയും US ഡോളർ മുതൽ ഇന്ത്യൻ രൂപ വരെയുള്ള വിനിമയ നിരക്കിനെയും ആശ്രയിച്ചിരിക്കും. ആഗോള കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഇപ്പോഴും തുടരുന്നു. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഈ സ്വർണം വാങ്ങിക്കൂട്ടൽ അവർ അവസാനിപ്പിച്ചേക്കാം. ഒരു തന്ത്രപരമായ കരുതൽ ആസ്തി എന്ന നിലയ്ക്കാണ് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത്. US ഡോളറിൽ നിന്ന് മാറ്റി തങ്ങളുടെ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്ന രാജ്യങ്ങൾ ഭൗതിക ആസ്തി എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപം തിരിച്ചിരുന്നു. ഏതൊരു രാജ്യത്തിനും സ്വർണ്ണശേഖരം അതിനിർണായകമാണ്. കാരണം ഒരു സാർവത്രിക മൂല്യശേഖരം അവർക്ക് നൽകുന്നു. പണപ്പെരുപ്പത്തിനും കറൻസി മൂല്യത്തകർച്ചയ്ക്കുമെതിരെ ശക്തമായ ഒരു സംരക്ഷണ കവചമായി ഗോൾഡ് റിസർവിനെ അവർ കാണുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഉടനടി അതൊരു സാമ്പത്തിക ഭദ്രത നൽകും. കറൻസി ചാഞ്ചാട്ടങ്ങൾക്കെതിരെയുള്ള ഒരു സംരക്ഷണമാണ് സ്വർണ്ണ നിക്ഷേപം രാജ്യങ്ങളെ സംബന്ധിച്ച്. വിദേശ കരുതൽ ശേഖരം എന്ന നിലയിൽ ഏറ്റവും ശക്തം. എന്നാൽ ഡോളർ കൂടുതൽ കരുത്താർജിക്കുമ്പോൾ ഡോളർ നിക്ഷേപങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങൾ തിരിയും. ക്രൈസിസ് ബഫറുകളിലും ലിക്വിഡിറ്റി ആവശ്യമുള്ള ഘട്ടങ്ങളിലുമൊക്കെ സ്വർണ്ണശേഖരമാണ് ഒരുപാട് രാജ്യങ്ങളെ സഹായിച്ചിട്ടുള്ളത്. ഒരു രാജ്യത്തിൻ്റെ കരുതൽ സ്വർണ്ണ നിക്ഷേപം അവരുടെ ആഗോള വിശ്വാസ്യത വളർത്തും. നിക്ഷേപകർക്കും വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇതിടവരുത്തും. അന്താരാഷ്ട്ര വായ്പകൾക്കോ സാമ്പത്തിക സഹായങ്ങൾക്കോ സ്വർണം ആത്യന്തിക സുരക്ഷയായി പ്രവർത്തിക്കുന്നു. IMF പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ആഗോള കടക്കാരും നിലവിലുള്ള വിപണി വിലകളിൽ അംഗരാജ്യങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുന്നതിന് സ്വർണം എളുപ്പത്തിൽ ബോണ്ടായി സ്വീകരിക്കും. അമേരിക്കൻ സ്വർണ്ണ റിസർവ് 8,133 മെട്രിക് ടണ്ണാണ്. $1 ട്രില്യൺ ഇതിൻ്റെ മൂല്യം. അമേരിക്കയുടെ പൊതുകടം 29.45 ട്രില്യൺ. ഈ പൊതുകടവുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണ്ണ നിക്ഷേപം അത്ര കാര്യമല്ല. എങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള രാജ്യം അമേരിക്ക തന്നെ. അമേരിക്കയുടെ ഗോൾഡ് റിസർവ് 8,133 ടൺ, ജർമ്മനിയുടേത് 3,352, ഇറ്റലിയുടേത് 2,452, ഫ്രാൻസ് 2,437, റഷ്യ 2,333, ചൈന 2,264, ഇന്ത്യയുടേത് 880 ടൺ. ചാഞ്ചാടുന്ന സ്വർണ്ണവില പലർക്കും നെഞ്ചെടുപ്പ് കൂട്ടുന്നു. സ്വർണം ഒരു നിക്ഷേപമെന്ന നിലയിൽ പലരെയും ആകർഷിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ വില കൂപ്പ് കുത്തിയാൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.